പൊതുസ്ഥലങ്ങളിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് വനാവകാശ നിയമങ്ങൾ ലംഘിച്ച് മുറിച്ചുമാറ്റുന്ന മരങ്ങളുടെ വികസന നികുതി അടയ്ക്കണമെന്നാണ് നിയമമെങ്കിലും ഇത്തരം നികുതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വനം വകുപ്പ് നൽകിയ വിവരാശരേഖ വ്യക്തമാക്കുന്നു. മരം മുറിച്ചുമാറ്റുമ്പോൾ 10 മരത്തൈകൾ വെച്ചുപിടിപ്പിക്കണമെന്ന വനം വകുപ്പ് നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. കോതമംഗലത്ത് മരം വീണ് 5 സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തെ തുടർന്നാണ് പാതയോരങ്ങളിലെയും പൊതുസ്ഥലങ്ങളിലെയും മരങ്ങൾ വ്യാപകമായി മുറിച്ചുമാറ്റാൻ തുടങ്ങിയത്. മുറിച്ചുമാറ്റുന്ന മരങ്ങളുടെ ലേലത്തുകയുടെ 12% വനവികസന നികുതിയായി അടയ്ക്കണമെന്നാണ് നിയമം. എന്നാൽ 100 കണക്കിന് മരങ്ങൾ മുറിച്ചുമാറ്റിയിട്ടും വനവികസന നികുതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വനം വകുപ്പ് നൽകിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അപകട ഭീഷണിയുടെ പേരിൽ വനം വകുപ്പ് അറിയാതെ കളക്ടർമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മരം മുറിക്കാൻ അനുമതി നൽകുന്നതിന്റെ പിന്നിൽ അഴിമതിയാണെന്നാണ് ആരോപണം. വനവികസന നികുതി ബന്ധപ്പെട്ട മുറിച്ചുമാറ്റിയ ഡിപ്പാർട്ട്മെന്റുകൾ വനം വകുപ്പിൽ അടയ്ക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് ഇതുവരെയ്ക്കും അടച്ചു കാണുന്നില്ല. സ്പഷ്ടമായ ഒരു അഴിമതിയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മുറിച്ചുമാറ്റുന്ന മരങ്ങൾക്ക് പകരം അപകടമുണ്ടാക്കാത്ത തരത്തിലുള്ള 10 മരത്തൈകൾ പുതുതായി വെച്ചുപിടിപ്പിക്കണമെന്നാണ് വനം വകുപ്പ് നിർദ്ദേശം. എന്നാൽ ഇത്തരത്തിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതായി തങ്ങൾക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നും വനം വകുപ്പ് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. മുറിച്ചുമാറ്റിയ മരങ്ങൾ ലേലം ചെയ്യാതെ വിൽപ്പന നടത്തുന്നതായും ആരോപണമുണ്ട്. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.